ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിന്റെ കാര്യവും പറഞ്ഞ് ഇനി നീ ഇവിടേക്ക് വരരുത്. വന്ന വെള്ള പുതപ്പിച്ച് മുടക്കി വയ്ക്കും ഞാൻ. ഭീഷണിപ്പെടുത്തല്ലേ. പേടിക്കേണ്ടത് ഞാൻ നിന്നെയല്ല, നീ എന്നെയാ. നാശം ആരാ ഈ സമയത്ത്? നിന്നോട് ഇനി മേലെ എവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞു വിട്ടല്ലേ. നിരഞ്ജ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. നീ പുറത്തേക്ക് പോ. ആ വർഷ, വർഷ സുഖമല്ലേ? അല്ല, ആരോഗ്യമൊക്കെ എങ്ങനെ? സുഖമായിട്ടിരിക്കുന്നു. വർഷ, ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്, പാചക കലയിലെ നിന്റെ കൈപുണ്യം അറിയാൻ ഞാൻ ഉടനെ എത്തൂന്ന്. ഇന്നത്തെ അത്താഴം ഇവിടെ നിന്നാ. അതിനെന്താ, അത്താഴം കഴിച്ചിട്ട് പോവാലോ. ഇപ്പൊ ഞാൻ ചായ എടുക്കാം. വീട്ടിൽ വരുന്ന ഏരപ്പുകൾക്കൊക്കെ ചായ കൊടുക്കലാണോ നിന്റെ പണി? ആ, അതെന്താ ഏട്ടന്റെ കയ്യില്? നോക്കട്ടെ. രണ്ടാളും കൂടി എന്തോ ഒളിച്ചു കളിക്കുന്നുണ്ടല്ലോ. ഏട്ടാ, ഒന്നുമില്ല. ഇല്ല, ഏട്ടന്റെ കയ്യിൽ എന്തോ ഉണ്ട്, നോക്കട്ടെ. എന്താ വർഷ ഇത്? ചായ തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുവാണോ? ആദ്യം പോയി ചായ എടുക്ക, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ശൃംഗാരമൊക്കെ ആവാം. ചെന്ന് ചായ എടുക്ക്. എന്താടാ നീ എന്തു ഭാവിച്ച? വീട്ടളിയാ, എനിക്ക് കിട്ടാനുള്ള പണം അതെനിക്ക് ഇപ്പോ വേണം.
നിനക്ക് വേണ്ടത് പണമല്ലേ? ഉം. അത് ഞാൻ തരാം. ഉം, ഉം. ഇതിന്റെ കാര്യവും പറഞ്ഞ് ഇനി നീ ഇവിടേക്ക് വരരുത്. വന്ന വെള്ള പുതപ്പിച്ച് മുടക്കി അയക്കും ഞാൻ. ഭീഷണിപ്പെടുത്തല്ലേ. പേടിക്കേണ്ടത് ഞാൻ നിന്നെ അല്ല, നീ എന്നെയാ. കാരണം ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന എന്നേക്കാൾ നഷ്ടം പെണ്ണും പിടക്കോഴിയായിട്ട് ജീവിക്കുന്ന നിനക്ക. ഓർമ്മ വെച്ചോ, ഇനിയും ഞാൻ വരും. ശ്ശേ. എവിടെ? കൂട്ടുകാരൻ അവിടെ പോയി. അവൻ പോയി. പോയെന്നോ? അതെ, പോയിന്ന്. കഷ്ടമായി പോയി. ഇനി വരുമ്പോ ഊണ് കൊടുത്തു വിടണം. ഇതുപോലുള്ള പരാതികൾ വരാതിരിക്കാനാണ് സാർ ഞാൻ തന്നെ ചെറുതും വലുതുമായ എല്ലാവിധ കൺസ്ട്രക്ഷൻസിന്റെയും മേൽനോട്ടം വഹിക്കുന്നത്. 47 എഞ്ചിനീയേഴ്സ് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. മറ്റ് സ്റ്റാഫുകളെ കൂടി എടുത്താൽ 147 പേർ ഇവിടെ സ്റ്റാഫാണ്. താങ്കൾ ഒറ്റയ്ക്ക് കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെല്ലാം പോകുന്നു, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയൽസിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നടത്തുന്നു. അങ്ങനെയുള്ളപ്പോ ഇത്രയും സ്റ്റാഫുകളുടെ ആവശ്യമില്ലല്ലോ ആകാശേ. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമല്ലേ? അറിയാം. ഉദാഹരണത്തിന് എന്റെ സൈറ്റിൽ നിങ്ങൾ നിർത്തിയിരിക്കുന്ന സെക്യൂരിറ്റിയുടെ കാര്യം തന്നെ നോക്ക്. ഈ പ്രായത്തിലുള്ള ഒരു സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ ഈ കമ്പനിക്കൊരു ബാധ്യതയാണ്. മൾട്ടിപർപ്പസിനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനെ വേണം വെക്കാൻ. താങ്കൾ പറയുന്നത് ശരിയാ. ആളിത്തിരി ഏജ് ഓവറാ. ഇത് ജഗന്റെ റെക്കമെൻഡേഷനിൽ വന്ന ആളാ. എന്നാലും വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങാതെ അയാൾക്ക് എന്തെങ്കിലും ജോലി ചെയ്തൂടെ? കമ്പനിയോട് ഒരു കൂറെങ്കിലും വേണ്ടേ? അന്ന് സിമന്റ് ഇറക്കാൻ പറഞ്ഞപ്പോ അയാൾ മനഃപൂർവ്വം സിമന്റ് ചാക്ക് പൊട്ടിച്ചു. ഇപ്പൊ തന്നെ പുറകുവശത്താകെ കാട് പിടിച്ചെടുക്ക. അയാളെ കൂടെ അത് വൃത്തിയാക്കാൻ നിർത്തിക്കൂടെ? ശരിയാണ്, അയാളെ കൊണ്ടത് ചെയ്യിക്കണം. ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഉണ്ടല്ലോ.